കണ്ട ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചതാണ്. ഇത് എത്ര വലുതായി വന്നു. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂട് നല്ലോണം ആറിയതിന് ശേഷം ഒരു എയർ കടക്കാത്ത ഒരു ഡപ്പയിലെടുത്ത് സൂക്ഷിച്ച് കുറേ ദിവസം യൂസ് ചെയ്യാം. മക്കൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. കാണണം, നിങ്ങളും തയ്യാറാക്കണം. നിങ്ങളുടെ സപ്പോർട്ടിങ് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണൂ, സപ്പോർട്ട് ചെയ്യൂ. ഹലോ, ഹായ്, നമസ്കാരം. ഇത് പീനട്ട് വറുക്കുകയാണ്. ജസ്റ്റ് ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ പീനട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ്. ഇത് ആദ്യം തന്നെ ഇനി നല്ല നമ്മൾ വറുത്ത തൊലിയില്ലാത്ത പീനട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലക്കടല വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വറുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഞാൻ ഒറിജിനൽ ആയിക്കോട്ടെ, ഇനി അത് പഴക് വല്ലതും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല പീനട്ട്, പച്ച പീനട്ട് വാങ്ങിച്ചിട്ട് നിലക്കടല വാങ്ങിച്ചിട്ട് അതിനെ ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഹലോ, ഹായ്, എല്ലാവർക്കും ശുഭദിനം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു സ്വീറ്റ് എല്ലാവരും കഴിച്ച് ശീലമുള്ളവരായിരിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പീനട്ട് കുക്കീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ബേക്കറിയിൽ നിന്ന് തന്നെ കഴിക്കാറുള്ളൂ. നമുക്കിത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് പീനട്ട് ഞാൻ ഇന്നലെ വറുത്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ അതിന് മുമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനത്തത് വാങ്ങിക്കാനും കിട്ടും. വറുത്ത് റെഡിയാക്കി വെച്ച് തോല് കളഞ്ഞ പീനട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇപ്പോൾ ഇടയിലൊരു തോലുണ്ടെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തോലുണ്ടെങ്കിൽ തിന്നണയും കൊണ്ട് കഴിക്കണേയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നല്ലതാണ്. ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ദേഹത്ത് നല്ലതാണ്. അത് നമ്മുടെ വയറിനും വല്ല സുഖത്തിനും നല്ലതാണ്. അതുകൊണ്ട് പീനട്ട് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് ശരിയാക്കി വെച്ചതാണ്. അത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. ഇത് മൈദ, പാൽപ്പൊടി, കോഴിമുട്ട, ഇത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ്. അത് നമ്മുടെ ഏതാണ് നമുക്ക് ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇത് അമൂലിൻ്റെ ബട്ടർ. ഇത്രയാണ് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. നിങ്ങളും ഈ വീഡിയോ കാണണം. കാരണം നമുക്ക് വീട്ടിലെല്ലാവർക്കും ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറമെ മാക്സിമം ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നല്ല ശുദ്ധമായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നും കൂട്ടില്ലാതെ നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുമ്പോൾ നമുക്കറിയാം അതിൽ എന്തെല്ലാം ചേർത്തുന്നു എന്നുള്ളത്. അതുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി നമുക്ക് വേണ്ടതുമാതിരി കഴിക്കുകയും ചെയ്യാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമുക്ക് ബട്ടറിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യാൻ മീൻസ് വെറുതെ ഒന്ന് ഒരു പാത്രത്തിലിട്ട് വെറുതെ ഒന്ന് ഇളക്കിയാൽ മതി, അത് മെൽറ്റ് ആയിക്കോളും. ബട്ടർ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഉപയോഗിക്കണം. ഇത് കുറച്ച് സോൾട്ടുള്ള ബട്ടറാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ സ്വീറ്റിൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അതിൽ കുറച്ച് സോൾട്ട് ചേർക്കാറുണ്ട്, ഒരു പിഞ്ച്. അതിന് ചേർക്കേണ്ട ആവശ്യം ആൾറെഡി ഈ പീനട്ടിൽ ഈ വെണ്ണയിലുണ്ട്, കുറച്ച് സോൾട്ട് ഉണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. നന്നായി ഇളക്കി വെച്ചു. കോൾഡിൻ്റെ നല്ലോണം ഭേദമായിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ആ ക്ലൈമറ്റിലുള്ള കോൾഡാണ് എല്ലാവർക്കും. കുറേ പേർക്കുണ്ട് അത്.
നമ്മുടെ ഇവിടെ നടത്തുന്ന ഒരു ഫോൾഡാണിത്. നന്നായിട്ട് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കാം. രണ്ട് കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് പിന്നെ ഇതേമാതിരി ഇളക്കി യോജിപ്പിക്കും. അതിലേക്ക് ഒരു ലേശം ഇത് ബട്ടർ സ്കോച്ച് എസൻസ് ആണ്. നല്ല സ്മെല്ലാണ്. ബട്ടർ സ്കോച്ച് ആകുമ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എന്താ നമ്മുടെ കയ്യിലുള്ള ഫേവറേറ്റ് അത് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് പാൽപ്പൊടി മൈദി പാൽപ്പൊടി രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ്. എത്രയാണോ നമ്മുടെ ഇതിലുള്ള കോഴിമുട്ടയുടെയും വെണ്ണയുടെയും പഞ്ചസാരയും ചേർക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് മൈദ ചേർക്കണം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കാം. പീനട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇടാം. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതും കൂടി ഇടാം. നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇടയിലൊരു അങ്ങനെ നിലക്കടല കടിക്കണത്. അപ്പോൾ കുറച്ചത് കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ പീസസിലും കുറേശ്ശെ കിട്ടും. ഇത്ര വേണമെന്നൊന്നുമില്ല, അവനവൻ്റെ വീട്ടിലുള്ളതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കന്മാർ കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. ഇതേമാതിരി കുഴച്ച് വയ്ക്കുക. ഇതേമാതിരി ഇനി നമുക്കത് എങ്ങനെയാണോ നമുക്ക് സൗകര്യം ഇനി പരത്തിയിട്ട് നമ്മുടെ കട്ട ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്ത്. അത് നമ്മുടെ സൗകര്യമാതിരി എങ്ങനെയാണ് വേണ്ട വെച്ചാൽ ഇനി ഷേപ്പും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കാം. പിന്നെ ഞാൻ ഓവനിലാണ് തയ്യാറാക്കുന്നത്. അതിപ്പോൾ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേമാതിരി ഉരുളകളാക്കി വയ്ക്കാം. ഇതേമാതിരി ഉരുളകളാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. 1 മിനിറ്റ്.
ഈ കോർക്കും കൊണ്ട് ഇങ്ങനെ അതേമാതിരി ഞാൻ ഈ 2 തട്ടിലാണ് റെഡിയാക്കിയ എണ്ണ. പ്രീഹീറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് ഓവനിൽ വെക്കാം. ഇതേമാതിരി വെച്ചു. ഇനി നമുക്കിത് അടയ്ക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ 2 സൈഡും ഒരേമാതിരി ചൂട് കിട്ടാത്ത തരത്തിൽ സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. 20 മിനിറ്റ്. ഓവൻ ഓഫായി. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിനെ കുറച്ച് നേരം നമ്മുടെ സാധാ നോർമലിൽ തണുത്ത് ഒന്ന് ടൈറ്റ് ആവും. ഹോം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തണുക്കണത് വരെ വെയിറ്റ് ചെയ്യണം. ഈ 2 കുക്കീസ് നന്നായിട്ട് തണുത്തു. കണ്ടു. ബേക്കറിയിൽ വാങ്ങിക്കുന്ന അതേ ടൈറ്റിൽ അത്രയും ബലമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പീനട്ട് കുക്കീസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണൂ, നിങ്ങൾ തയ്യാറാക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഫുള്ള് കാണൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു. ബൈ.